ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയൊരു പ്രൊമോയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രൊമോ എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ഒരുപാട് ഇഷ്ടപ്പെടും. അതിലൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഉള്ളൊരു പരാതിയാണ്. അനുപമയ്ക്ക് ഒരു തിരിച്ചടികളും ജീവിതത്തിൽ കിട്ടുന്നില്ല. അവൾ എപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അർജുനും അഞ്ജലിക്കുമാണ് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. അനുപമ ഓരോരോ ചതിക്കുഴികൾ ഒരുക്കി വെക്കും, അതിലെല്ലാം പോയി നമ്മുടെ അർജുനും അഞ്ജലിയും വീഴും. ഇങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു വ്യക്തമായ തിരിച്ചടി, അനുപമയെ തകർക്കുന്ന ഒരു തിരിച്ചടി ഒരിക്കലും അനുപമയ്ക്ക് കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ഞാൻ കമൻറ്റ് സെക്ഷൻ വഴിയൊക്കെ ആ ഒരു സംഭവം കാണാറുണ്ട്, ആളുകൾ പറയുന്നത് കേട്ടോ. പക്ഷേ അതിനൊക്കെ നല്ലൊരു പരിഹാരം ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങ് മുകളിലേക്ക് പോകും. അത്ര അധികം ഒരു തിരിച്ചടി ഇന്നത്തെ എപ്പിസോഡിൽ അനുപമയ്ക്ക് കിട്ടുന്നുണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറയാം. അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ അഞ്ജലി ശംഖുചക്രത്തിലേക്ക് വലത് കാല് വെച്ച് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഓൾറെഡി വീക്കിൻ്റെ പ്രൊമോയിലെല്ലാം കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. അതായത് നമ്മുടെ അഞ്ജലിയും അർജുനും ഇന്ന് തിരിച്ചു വരും. അഞ്ജലിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മുടെ അർജുന് പറ്റും. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അഞ്ജലിയുടെ മുഖത്ത് ചെറിയൊരു ചിരി വരും. അങ്ങനെ അർജുൻ വീണ്ടും അഞ്ജലിയെ കൊണ്ട് ശംഖുചക്രത്തിന് മുറ്റത്തേക്ക് എത്തുകയാണ്. ഇതിന് തൊട്ട് മുമ്പായിട്ട് നന്ദിനി ചില ആശങ്കകൾ എല്ലാവരോടായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അതായത് രാഘവൻ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. രാഘവനും കുറുപ്പും മുകളിലാണുള്ളത്. അപ്പോൾ നന്ദിനി എല്ലാവരോടും ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അർജുൻ ഇനി വീണ്ടും അവളെയും കൂട്ടി അഞ്ജലിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരൂ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? പുള്ളി ചേട്ടൻ രാഘവൻ അറിയാതെ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു സമയത്തേനും ഗോവിന്ദനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, നന്ദിനി എന്ത് വർത്താനം ഈ പറയുന്നത്? അർജുൻ താലി കെട്ടിയ പെണ്ണാണ് അവളെ നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത്. അവർ രണ്ടുപേരെയും ഇനി വന്നാൽ എന്ത് ചെയ്യണം? മാരുതി ഒഴിഞ്ഞ് ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റണം. നന്ദിനിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഒരിക്കലും ഇല്ല, അവളെ എൻ്റെ മരുമകളായിട്ട് ഇങ്ങോട്ട് കയറ്റാനോ? ലോകത്ത് ഏത് പെണ്ണാണെങ്കിലും ഞാൻ കയറ്റും. അഡ്വക്കേറ്റ് അഞ്ജലി എനിക്ക് കയറ്റാനായിട്ട് പറ്റുന്നില്ല. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അവളെ ഇങ്ങോട്ടേക്ക് കയറ്റാനോ? ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അർജുന് വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ് കാവ്യാണ്. കാവ്യയുടെ കാര്യത്തിൽ അർജുന് താലി കെട്ടാൻ പറ്റത്തുള്ളൂ. അതിനെ ഞാൻ സമ്മതിക്കത്തുള്ളൂ. ഗോവിന്ദൻ പറയും, ഓ ഒരു കാവ്യേക്കാൾ എത്രയോ നല്ല പെണ്ണാണ് അഞ്ജലിയാണ് അർജുന് ചേരുന്നത്. അപ്പോൾ ചെറുമക്കൾ എല്ലാവരും പറയും, അതേ അമ്മേ, അച്ചുവേട്ടനെ ഏറ്റവും നന്നായിട്ട് ചേരുന്നത് അഞ്ജലിയാണ്. അപ്പോഴത്തേനും നന്ദിനിക്ക് പിന്നെയും ദേഷ്യം വരും. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഞാൻ ചോദിച്ചോ? കൂടുതൽ ആരും ഒന്നും പറയാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവളെ ഒരിക്കലും വീട്ടിനുള്ളിൽ കയറ്റാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് അർജുൻ അഞ്ജലിയും കൊണ്ട് വീണ്ടും മുറ്റത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ ചെറുമക്കൾ ഓടിച്ചെല്ലും കേട്ടോ. കാരണം അർജുന വന്നതെന്ന് ചില സംശയം തോന്നുന്നു. ഓടിച്ചെല്ലുമ്പോൾ അവർ കാണുന്നത് വീണ്ടും അഞ്ജലിയും അർജുനും മുറ്റത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ചെറുമക്കൾ വളരെ സപ്പോർട്ടീവാണ് നമ്മുടെ അഞ്ജലി കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ അവരാണെങ്കിൽ വേഗം വന്നിട്ട് പറയും, ഇതേ വീണ്ടും അർജുനും അഞ്ജലി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് അങ്ങനെ കിളി പറക്കും. വേഗം ഓടിച്ചെല്ലും. അപ്പോൾ എല്ലാവരോടും വീണ്ടും ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് കുറുപ്പും രാഘവനും വേറെ പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അർജുൻ കാവ്യ വിവാഹം നടത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ ചർച്ചയിലാണ്. ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും രാഘവനും കുറുപ്പും ഒന്നും അറിയുന്നില്ല. അങ്ങനെ നന്ദിനി വീണ്ടും അഞ്ജലിയോട് ചോദിക്കുകയാണ്, നീ എന്താടി, നീ വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ, പിന്നെയും നാണമില്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ നിനക്ക് എങ്ങനെ തോന്നിയിടി? അർജുനാണ് അതിന് മറുപടി പറയുന്നത്. അർജുൻ പറയുന്നുണ്ട്, ഞാൻ താലി കെട്ടിയ പെണ്ണാണ് അഞ്ജലി. അവൾ എന്നോടൊപ്പം ഈ വീട്ടിൽ തന്നെ താമസിക്കും. അതാണ് എൻ്റെ തീരുമാനം. അർജുൻ്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കും. നന്ദിനി പറയും, അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നീ അങ്ങോട്ട് തീരുമാനിച്ചാൽ അവൾക്കപ്പോൾ ഇവിടെ വാഴാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഗോവിന്ദൻ ഇടപെടും, അതെ, അതിലെന്താ ഇത്ര തെറ്റ്? അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അർജുൻ അഞ്ജലിയുടെ കൂടെ ഇവിടെ തന്നെ വാഴും, ഇവിടെ തന്നെ ജീവിക്കും. അത് തന്നെയാണ് തീരുമാനം. മുത്തശ്ശിയും വന്ന് ഇടപെടും. മുത്തശ്ശി പറയും, അതെ, ഇവിടെ മൂത്ത ആണ് രാഘവനൊക്കെ ആയിരിക്കും, പക്ഷേ അവരുടെയൊക്കെ അമ്മയെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാനായി തീരുമാനം പറയുന്നത്. അഞ്ജലിയും അർജുനും ഇവിടെ തന്നെ താമസിക്കും. മരുമകളായിട്ട് അഞ്ജലി ഈ ശംഖുചക്രത്തിൽ തന്നെ താമസിക്കും. അങ്ങനെ മുത്തശ്ശി ഒരു അവസാന വാക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ പറയും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും ഗോവിന്ദനൊക്കെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നന്ദിനി ഒന്ന് ഡൗൺ ആയി പോകും. കാരണം മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനം ഒരു വാക്കില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞു നിൽക്കുമ്പോൾ ആകെ എല്ലാവരും ഡൗൺ ആയി പോകും. ഈ ഒരു സമയത്ത്
ഇതിനിടയിൽ ഒരു പണി ഒപ്പിക്കുന്നുണ്ട് അനുപമ നൈസായിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തി. ഈ ക്ലൈമാക്സിലേക്ക് വില്ലനെ വേഗം കൊണ്ടുവന്നേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഈ അനുപമ വേഗം മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ആ ഒരു സമയത്ത് കുറുപ്പും രാഘവനും കൂടെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാഘവൻ പറയും, എന്താണ് അനുപമ ഞങ്ങൾക്കിടയിലേക്ക്, ഞങ്ങളൊരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അങ്കിൾ, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നത്. അപ്പോൾ പതുക്കെ നൈസായിട്ട് രാഘവൻ്റെ ചെവിയിൽ കാര്യങ്ങളെല്ലാം പറയുകയാണ്. രാഘവൻ അങ്ങ് ഷോക്കഡായി പോകും കേട്ടോ. അപ്പോൾ കുറുപ്പിനോട് പറയും, എടോ കുറുപ്പേ ഞാൻ ഇപ്പം തന്നെ വരാം, താങ്കൾ വെയിറ്റ് ചെയ്യട്ടോ, ഇപ്പം തന്നെ വരാം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അങ്ങനെ കുറുപ്പിനെ അവിടെ ഇരുത്തിയിട്ട് രാഘവൻ അനുപമയുടെ കൂടെ പുറത്തേക്ക് വരുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനിടയിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ നന്ദിനിയും അർജുനൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നു. മുത്തശ്ശിയും ഗോവിന്ദനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് രാഘവൻ പുറത്തേക്ക് വരുന്നത്. രാഘവൻ ഈ സീൻ കണ്ടുകൊണ്ട് ചോദിക്കും, എന്താണ് ഇവിടെ നടക്കുന്നത്? എല്ലാവരും ഇപ്പോൾ ഷോക്കഡായി നിൽക്കും രാഘവനെ കണ്ടിട്ട്. അപ്പോൾ നന്ദിനി അങ്ങ് വരണ്ടു പോകും. ഏറ്റവും കൂടുതൽ വരണ്ട് നിൽക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ് കേട്ടോ. കാരണം അഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രുവായ രാഘവൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതും രാഘവൻ്റെ മകനെ കല്യാണം കഴിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ രാഘവൻ ഇറങ്ങി വന്നതോടു കൂടിയിട്ട് ആ വീട്ടിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ആരായിരിക്കും? അത് വേറെ ആരുമല്ല, അനുപമ തന്നെ. അനുപമ ചിന്തിക്കുകയാണ്, ഇനി വേണ്ട കാര്യങ്ങളൊക്കെ രാഘവനുണ്ണി ചെയ്തോളും, അർജുനെയും അഞ്ജലിയും ചവിട്ടി പുറത്താക്കിക്കൊള്ളും, എൻ്റെ ജോലി എളുപ്പമായി. ഒരിക്കലും അഞ്ജലി ശംഖചക്രത്തിലേക്ക് കയറാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെ വളരെയധികം സന്തോഷിച്ചിട്ടാണ് അനുപമ നിൽക്കുന്നത്. പക്ഷെ കാര്യങ്ങളെല്ലാം നേരെ തിരിയുമെന്ന് അനുപമ അറിയുന്നില്ലല്ലോ. എപ്പോഴും അങ്ങനെ വിജയിച്ച് നിന്നാൽ ശരിയാവും. ഇടയ്ക്കൊക്കെ ചില തിരിച്ചടികൾ വേണ്ടതല്ലേ. അങ്ങനെ രാഘവനടുത്തേക്ക് വരും. രാഘവൻ്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളുമാണ്. ഒരു മുമ്പ് എറിഞ്ഞിട്ട് ഈ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്തിട്ട് അയാളുടെ ആ ഒരു ക്രിമിനൽ മൈൻഡ് ആ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊമോയിലൊക്കെ കാണുന്നത് പോലെ അർജുനെ അഭിനന്ദിക്കുകയാണ്. അർജുനെ, എനിക്ക് സന്തോഷമായടാ, നീയാണ് ഇപ്പോഴാണ് എൻ്റെ മകനായത്. അങ്ങനെ പറഞ്ഞിട്ട് അർജുനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഈ ഒരു സീൻ കണ്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. മുത്തശ്ശിയും ഗോവിന്ദനും അനുപമയും. അതായത് അവരൊക്കെ പ്രതീക്ഷിച്ചത് അഞ്ജലിയെ ചവിട്ടി കൂട്ടുമെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും അവിടെ നടന്നിട്ടില്ല. എല്ലാവരും ചിന്തിച്ചതിന് നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതാണ് എല്ലാവരും ഞെട്ടി നിൽക്കുന്നത്. അങ്ങനെ അർജുനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയുകയാണ്, എടാ മോനെ, നീ ഇപ്പോഴാണ് എൻ്റെ മകനായത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നീ ചെയ്തു വെച്ചല്ലോ, ഇത് മതി മോനെ. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നേ? ഇവർ നവവധൂവരന്മാരാണ്. ഇവരെ എന്താണ് ചെയ്തത്? ആരതി ഒഴിഞ്ഞ് കയറ്റണം. ഒരു കാര്യം ചെയ്യുക, അനുപമ തന്നെ അത് ചെയ്യണം. അനുപമേ, നീ പോയി സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വാ, ആരതി ഒഴിഞ്ഞ് നീ വേണം കയറ്റാനായിട്ട്. അനുപമയുടെ കിളി പറന്നു പോവുകയാണ്. അതായത് രാഘവനെ കൊണ്ടുവന്നിട്ട് അഞ്ജലിയെ ചവിട്ടി പുറത്താക്കാം എന്ന് അനുപമ വിചാരിച്ചു. പക്ഷേ നടന്നത് വേറൊരു കാര്യം. അങ്ങനെ അനുപമ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. രാഘവൻ പറഞ്ഞു കഴിഞ്ഞു ആരതി ഒഴിഞ്ഞ് കയറ്റാനായിട്ട്. വേഗം ചെറുമക്കളെല്ലാവരും കൂടി അനുപമയെ വലിച്ചു കൊണ്ടുപോകും സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരതി ഒഴിയാനുള്ള സംഭവം കൊണ്ട് അനുപമ വരും. നമ്മുടെ അഞ്ജലിയും അർജുനും ഇങ്ങനെ വരണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? അതായത് അവർ വിചാരിച്ച കാര്യമല്ല അവിടെ നടന്നിട്ടുള്ളത്. മുത്തശ്ശി പറയും, ഇതെൻ്റെ മകൻ രാഘവൻ തന്നെയാണോ? എടാ, നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായത്? രാഘവൻ അപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദുഷ്ടൻ്റെ ചിരി എന്ന് പറയേണ്ടി വരും. അങ്ങനെ അനുപമ പുറത്തേക്ക് വരും. അനുപമ ആരതി ഒഴിഞ്ഞ് ശപിച്ചുകൊണ്ടായിരിക്കും, അത് വേറൊരു കാര്യം. എന്താണെങ്കിലും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അനുപമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ആരതി ഒഴിഞ്ഞ് കയറ്റേണ്ടി വന്നല്ലോ. അതായത് അഞ്ജലിയെ അർജുനെയും പുറത്താക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ അനുപമ തന്നെ ഇവരെ ആരതി ഒഴിഞ്ഞ് കയറ്റേണ്ട ഒരു ഗതികേടിലാണ്. അങ്ങനെ ആരതി ഒഴിഞ്ഞ് ആകെ കലിതുള്ളി അനുപമ ആ ഒരു കാര്യം ചെയ്തു. അതിനുശേഷം നമ്മുടെ അഞ്ജലിയുടെ കയ്യിലേക്ക് വിളക്ക് കൊടുക്കുകയാണ് ശംഖുചക്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം അനുപമയ്ക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടി. രണ്ടാമത്തെ സന്തോഷമുള്ളൊരു കാര്യം, അഞ്ജലിയെ അർജുൻ്റെ വീട്ടിലേക്ക് ശംഖുചക്രത്തിലേക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ തീരുന്നത്. നമുക്ക് ചില ആശങ്കകളുണ്ട്. അപ്പോൾ കുറുപ്പ് മുകളിലുണ്ട് വീട്ടിൽ. അപ്പം ഇയാൾ അറിയാത്ത കാര്യങ്ങൾ നടത്താനാണോ രാഘവൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ ഉള്ളത്. അനുപമയ്ക്ക് വലിയൊരു തിരിച്ചടി ഇന്ന് കിട്ടുകയാണ് കേട്ടോ. ഇതിനെല്ലാം പിന്നിൽ രാഘവൻ്റെ ചതിക്കുഴികളുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്താണെങ്കിലും കുറച്ച് നിമിഷത്തേക്കെങ്കിലും അനുപമ എന്നൊരു വെറും വട്ടപൂജയായിട്ട് പോകുന്നൊരു സീൻ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.